സി എ എക്സാംസ് തുടങ്ങാനായി. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, സ്റ്റാർട്ടിങ് വിത്ത് നിങ്ങളെ ഫസ്റ്റ് എക്സാമിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് എക്സാം എൻഡ് ചെയ്യുന്നത് വരെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി, ഇറ്റ്സ് നത്തിങ് അബൌട്ട് ബുക്സ്, ഇറ്റ്സ് നത്തിങ് അബൌട്ട് സ്റ്റഡി സ്ട്രാറ്റജി, ഒന്നുമല്ല. അതൊക്കെ വാട്ടെവർ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തന്നെ മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അതിലിനി ഒരുപാട് ടെൻഷനോ കാര്യങ്ങളോ അടിക്കാൻ നിൽക്കാതെ നിങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നിങ്ങൾ റിവിഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. സ്റ്റാർട്ടിങ് വിത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ടതുള്ളത്. നിങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ്, ബ്ലാക്ക് പെൻ, പെൻസിൽ, ഇറേസർ. പെൻ എന്തിനാ? ബ്ലാക്ക് പെൻ ആൻസർ എഴുതാൻ ഒബ്വിയസ്ലി. പെൻസിൽ MCQന്, അവിടെ മിസ്റ്റേക്സ് വന്നാലും വായിക്കാനുള്ള ഇറേസർ. കാൽക്കുലേറ്റർ, നൗ വെൻ ഐ സേ പെന്നും കാൽക്കുലേറ്ററും നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത സെയിം സാധനം കൊണ്ടുപോവുക. നിങ്ങൾ അതുമായിട്ട് ഫെമിലിയർ ആണ്, യൂസ്ഡ് ആണ്, അത് നിങ്ങളുടെ സ്പീഡിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. മൾട്ടിപ്പിൾ ബ്ലാക്ക് പെൻ കയ്യിൽ വെക്കുക. കാൽക്കുലേറ്റർ പോസിബിൾ ആണെങ്കിൽ 2 കൊണ്ടുപോവുക. ഞാൻ അത് പറയുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. എന്നോട് എൻ്റെ ഫാക്കൽറ്റി പറഞ്ഞിരുന്നു, അഥവാ നിങ്ങൾ കാൽക്കുലേറ്റർ കംപ്ലയിൻ്റ് ആവുക എന്തെങ്കിലും സംഭവിക്കുക, ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം അത് കാരണം ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല. ആൻഡ് ഗെസ് വാട്ട്, എൻ്റെ എക്സാമിന് കാൽക്കുലേറ്റർ കംപ്ലയിൻ്റ് ആയിരുന്നു. സോ ഐ ഹാഡ് ദ സെയിം തിങ്. ഒബ്വിയസ്ലി അവർ ടേബിളിൽ വെക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ ബാഗിലേ വെക്കുള്ളൂ. പക്ഷേ എന്തായാലും ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ ഇൻവിജിലേറ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എടുക്കാൻ അത് പെർമിറ്റ് ചെയ്യും. യെസ്, കൂടെ കൊണ്ടുപോകുന്ന സാധനത്തിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഹാൾ ടിക്കറ്റും വേണം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം. യെസ്, ഓക്കെ. കാൽക്കുലേറ്റർ 12 ഡിജിറ്റ്, 6 ഫങ്ഷൻസ്, 2 മെമ്മറി. സ്മാർട്ട് വാച്ച് പറ്റൂല. ഫോൺ ഓഫ് ആണ്, ബാഗിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നോട്ട് ലൈക്ക് സ്വിച്ച് ഓഫ് ആണല്ലോ പോക്കറ്റിൽ വെക്കാലോ, പറ്റൂല. അത് അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. സോ അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ഫസ്റ്റ് ഡേ എക്സാം ഹാളിലേക്ക് നേരത്തെ പോകാൻ ട്രൈ ചെയ്യുക. മേക്ക് ഷുവർ യു ആർ ഫെമിലിയർ വിത്ത് ദ പ്ലേസ്. എക്സാം ഹാൾ എവിടെ എന്നുള്ളത് ആദ്യം നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് നിങ്ങൾ അറിയുക. നിങ്ങളെ ക്ലാസ് റൂം, എക്സാമിൽ ക്ലാസ് റൂം എവിടെ എന്നുള്ളതൊക്കെ ഫെമിലിയർ ആക്കാൻ നോക്കുക. നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചങ്ങായിമാരൊക്കെ ഉണ്ടാവും പുറത്ത്, ഓരോയിട്ട് വെറുതെ കുറേ വർത്തമാനം പറയാൻ നിൽക്കണ്ട. അൺവാണ്ടഡ് ടോക്സ് ഫുൾ അവോയ്ഡ് ചെയ്യുക. യെസ്, മേ ബി ലക്കനുസരിച്ച് ചിലപ്പോൾ ആ ലാസ്റ്റ് മൂമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സാധനം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കാം. പക്ഷേ ആ ഡിസ്കഷൻ്റെ ഡ്രോബാക്സ് ആണ് അതിൻ്റെ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ. ദ തിങ് ഈസ്, ആ മൂമെൻറ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ എല്ലാ ചാൻസ് ഉണ്ട്. എല്ലാ കമ്പാരിസണും, അത് പഠിച്ചോ ഇത് പഠിച്ചോ എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് മൈൻഡ് പോയിൻ്റാവും. ആൻഡ് എസ്പെഷ്യലി ഫസ്റ്റ് എക്സാമിന് നമ്മൾ മൈൻഡ് കാമാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭയങ്കര ഫാക്ടറാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ആ എക്സാം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1:45 കൂൾ ഓഫ് ടൈമാണ്. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം കിട്ടും. ആ 15 മിനിറ്റിൽ വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായാലും വായിക്കാൻ നിൽക്കില്ലേ, അത് കമ്പൽസറി ആണ്. അത് വായിച്ചിട്ടൊന്നും കിട്ടാനില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതാണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യണത് ആൻഡ് ഏതാണ് നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ പോകുന്ന ആൻസർ എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങളാ തുടക്കം, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ കംപ്ലീറ്റ് ഇമ്പാക്റ്റ് ത്രൂ ഔട്ട് നിങ്ങളെ എക്സാമിന്. 2 o'clock ആയി, ആൻസർ എഴുതാനുള്ള ടൈം ആകുമ്പോൾ മേക്ക് ഷുവർ ആ ഫസ്റ്റത്തെ പേജിൽ നിങ്ങൾ ആ റോൾ നമ്പറും കാര്യങ്ങളും ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്തു എന്നുള്ളത്. വെറുതെ ഞാൻ എക്സാം എഴുതാനുള്ള പോയത്, അതൊക്കെ പിന്നെ ചെയ്യണ സംഭവമുള്ള പറഞ്ഞിട്ട് ഇത് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ധൃതിയിൽ ആ മിസ്റ്റേക്ക് പറ്റി ഈ മിസ്റ്റേക്ക് പറ്റി, അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ എനിക്ക് മൾട്ടിപ്പിൾ ടൈം സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള കൺസേൺസ് ആയതുകൊണ്ടാണ് ഞാനത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയണത്. ഫസ്റ്റ് പേജ്, ഫസ്റ്റ് എക്സാമിന് എസ്പെഷ്യലി ടേക്ക് യുവർ ടൈം. എന്താണ് അതിലുള്ളതെന്ന് ഫെമിലിയർ ആവുക, ഫില്ല് ചെയ്യുക. ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് നോ കമ്പൽഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ബി പ്രിപ്പയർഡ് ടെക്നിക്കലായിരിക്കും. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആൻസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ. അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ബി ആണ് കംഫർട്ടബിൾ. 2ൻ്റെ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്തോളി. ദർ ഇസ് നോ കമ്പൽഷൻ ദാറ്റ് 2ൻ്റെ A, B, C ആ ഓർഡർ എഴുതണം. ഇല്ല, ഒരു ക്വസ്റ്റ്യൻ്റെ സബ് പോയിൻറ്റ്സ് എല്ലാം ഒന്നിച്ച് വരണമെന്ന് മാത്രം. ആൻഡ് ഓരോ ആൻസറും ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യുക. ആൻസറിൻ്റെ മേലെ പോർഷനിൽ നിങ്ങൾ ആൻസർ നമ്പർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അത് നിങ്ങളിപ്പോൾ മാർജിൻ്റെ അപ്പുറത്ത് എഴുതിയാണ് ഫെമിലിയർ എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പൊതുവെ ICA പറയണത് മേലെ എഴുതാന്നുള്ളതാണ്. MCQവിൽ എല്ലാ ഓപ്ഷൻസും വായിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക, എന്നിട്ട് മാത്രം പിക്ക് ചെയ്യുക. ദർ വുഡ് ബി സിറ്റുവേഷൻസ് വേർ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ A വായിക്കുമ്പോൾ ഇതാണ് ആപ്റ്റ് എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവും. മേ ബി ഓപ്ഷൻ C ഒന്നുകൂടി ആപ്റ്റ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവിൽ ക്വസ്റ്റ്യൻ ബുക്കാണല്ലോ നമുക്ക് കിട്ടുക, ക്വസ്റ്റ്യൻ പേപ്പറല്ല. അപ്പോൾ ബുക്ക് ഇങ്ങനെ ബുക്ക് തുറന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നേരെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പ് വരുത്തുക അപ്പുറത്തെ പേജിൽ ഇനി മേലെ ചെറുതായിട്ടൊരു ക്യൂട്ട് സെൻറ്റൻസ് ഒന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. കാരണം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര റിലീഫിൽ പിന്നെ പേജ് മറിക്കുമ്പോഴേക്കാരം അവിടെ മേലെ ചെറിയൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, നമ്മൾ എഴുതിയ മൊത്തം വേസ്റ്റായി എന്നുള്ളത്. സോ അത് മേക്ക് ഷുവർ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ വായിച്ചു. ആൻഡ് മേക്ക് ഷുവർ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ എന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലായി ബിഫോർ യു സ്റ്റാർട്ട്.
ബിക്കോസ് പലപ്പോഴും 90% ഓഫ് ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി സ്മോൾ കമ്പനിയാണ് എന്നാണ് ഡയറക്ടേഴ്സ് പറയുന്നത്, സ്മോൾ കമ്പനി അല്ല എന്നുള്ളതാണ് CS പറയുന്നത്. ആര് പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് കുറേ ലിമിറ്റൊക്കെ തന്നിട്ടുണ്ട്, ടേൺ ഓവറും ക്യാപിറ്റലും. അപ്പോൾ നമ്മൾ ടേൺ ഓവറും ക്യാപിറ്റലും കണ്ടപ്പോൾ നമുക്കറിയാം സെക്ഷൻ 2/85 സ്മോൾ കമ്പനി, ഇത് സ്മോൾ കമ്പനി അല്ല എന്ന് പറഞ്ഞ ആൻസർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ we didn't realize that the requirement was not സ്മോൾ കമ്പനി ആണോ അല്ലേ, the requirement was whether CS പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. സോ അത് ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് അത് എഴുതാത്തോടത്തോളം കാലം നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് മാർക്സ് കിട്ടൂല. സോ മേക്ക് ഷുവർ റിക്വയർമെൻറ്റ് എന്താ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായി എന്നുള്ളത്. ആൻഡ് ഓവർ സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റെപ്സിന് മാർക്കുണ്ട്, വർക്കിംഗ് നോട്ടിന് മാർക്കുണ്ട്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് എല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. വട്ട് എവർ പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അവർ ഫോക്കസ് ഷുഡ് ഓൾവേസ് ബി ഓൺ ടൈം മാനേജ്മെൻറ്റ്. പേപ്പർ ലെങ്തി ആയിരിക്കും, ആ എക്സ്പെക്റ്റേഷനിൽ തന്നെ വേണം പോകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുക? ഒരു മാർക്കിന് 1.8 മിനിറ്റ്, 180 മിനിറ്റ്സിൻ്റെ എക്സാമാണ്, 100 മാർക്സ് ഉണ്ട്, ഓരോ മാർക്കിനും 1.8 മിനിറ്റ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 9 മിനിറ്റ് നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് 9 മിനിറ്റ്സ് ഇൻക്ലൂഡ്സ് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്ന ടൈമും. 9 മിനിറ്റ്സ് നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തീർന്നിട്ടില്ലെങ്കിൽ യു ഷുഡൻ ബി സ്പെൻഡിങ് ഈവൻ എ സിംഗിൾ മോർ മിനിറ്റ് ഓൺ ദാറ്റ്. സ്പേസ് വിടുക, അടുത്തേക്ക് പോവുക. സാറേ പറയാനൊക്കെ നല്ല രസമാണ്, ചെയ്യൽ പോസിബിൾ ആവില്ല. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ. നിങ്ങൾക്ക് 100 മാർക്സിന് പേപ്പർ അറ്റൻഡ് ചെയ്ത എക്സാമുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണമെങ്കിൽ. മറ്റേന്താ വെച്ചാൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാപ്പ് ഉണ്ടാവും. ആൻഡ് ഇനി നിങ്ങൾ എത്ര വൃത്തിക്ക് എഴുതി കഴിഞ്ഞാലും 5 മാർക്ക് ക്വസ്റ്റ്യൻ അവർ 6 മാർക്ക് തരാൻ പോകുന്നില്ല. ആൻഡ് ICA തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ICA നിങ്ങളടുത്ത് 5 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ICA പറയാറുണ്ട് 5 ആവറേജ് ആൻസേഴ്സ് ആർ ബെറ്റർ ദാൻ 4 ബെസ്റ്റ് ആൻസേഴ്സ്. വിച്ച് മീൻസ് നിങ്ങൾ 4 നല്ല വൃത്തിക്ക് എഴുതി, ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തു. അതിനേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യണത് നിങ്ങൾ 5 അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഓവർ ഫുൾ പെർഫെക്റ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മൾ പ്രിഫർ ചെയ്യണത് എന്നുള്ളത്. പ്ലസ് നമ്മൾ ആ ഫസ്റ്റ് പേജിൽ നമ്മൾ ഏതൊക്കെ അറ്റൻഡ് ചെയ്തു ടിക്ക് ഇടുമ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോൾ നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് ആൻ ആഡഡ് ഇംപ്രഷൻ. സോ മേക്ക് ഷുവർ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ക്രൂഷ്യൽ ഫാക്ടറാണ്. ഡെക്കറേഷൻ എല്ലാം ലാസ്റ്റിക്ക് വെക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സിലൊക്കെ ആണെങ്കിൽ ബേസിക് നിങ്ങൾ ആ ടേബിൾ വരച്ചിട്ട് കഴിഞ്ഞിട്ട് ആൻസർ വേഗം സോൾവ് ചെയ്യാൻ നോക്കുക. ബാക്കി പെർട്ടിക്കുലേഴ്സ് അമൗണ്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യലും എല്ലാ സാധനവും ലാസ്റ്റത്തെ ആ ഒരു 4:58 ഒക്കെ ആയിട്ട് 5 o'clock ആവാൻ നിൽക്കുമ്പോൾ തിരിച്ച് വന്നിട്ട് ഫില്ല് ചെയ്യുക. അതിൽ കുറേ ആർക്കിടെക്ചറിന് പഠിക്കുന്നവർ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സാധനം തീരൂല. പല സർട്ടിഫൈഡ് കോപ്പീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സാധനമാണ്. എക്സാം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ആൻസർ നല്ല വൃത്തിക്കുണ്ടാവും, ലാസ്റ്റ് എത്തിയപ്പോൾ എന്തൊക്കെ സ്ക്രിബിൾ ചെയ്താണ്ട് ആൻസറാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ടൈം മാനേജ്മെൻറ്റ്, പേപ്പർ ലെങ്തി ആയിരിക്കും എന്നുള്ളത് എന്തായാലും മൈൻഡിൽ വെച്ചിട്ട് തന്നെ വേണം എക്സാം ഹാളിൽ പോവാം. എക്സാംസ് എല്ലാം കഴിഞ്ഞ് തുടക്കത്തിൽ പറഞ്ഞ സാധനത്തിന് എപ്പോഴും പറയാനുള്ളത്, പുറത്തിറങ്ങുമ്പോൾ ചെങ്ങന്മാരുണ്ടാവും അവിടെ, ഡിസ്കഷന് നിൽക്കണ്ട. കഴിഞ്ഞ പേപ്പറിനെ പറ്റി ഒരു ഡിസ്കഷനും വേണ്ട, അടുത്ത പേപ്പറിനെ പറ്റി സംസാരിച്ചോളി. ഓർ നിങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാ മറ്റേ പേപ്പർ അനാലിസിസ് പരിപാടികളെല്ലാം ഉണ്ടാവും. തീർന്ന സാധനത്തിനെ പറ്റി ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പേപ്പർ ഈസ് ഓവർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ മാറ്റി വെക്കുക, ദാറ്റ്സ് ഇറ്റ്. അടുത്ത പേപ്പറിൽ ഫോക്കസ് ചെയ്യുക. ആദ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ടൈം യു കനോട്ട് നോ ടൈം മെഷീൻ തിരിച്ചു പോവുക, കറക്റ്റ് ചെയ്യുക. ആകെ എന്താ വെച്ചാൽ ദർസ് നത്തിങ് യു ഗോയിങ് ടു ഗെറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇത് പലപ്പോഴും ICA തന്നെ ഒരു ട്രാപ്പാക്കിയിട്ട് സെറ്റാക്കുകയും ചെയ്യും. പലപ്പോഴും ഉണ്ടാവാറുള്ളത് വെച്ചാൽ ഫസ്റ്റ് എക്സാം എനിക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് കാരണം ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവും ഫസ്റ്റ് പേപ്പറിൽ നല്ല മാർക്കും കിട്ടിയിട്ടുണ്ടാവും. സോ ദാറ്റ് ഇസ് അനദർ ഫാക്ടർ ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു. നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, അപ്പിയർ ഫോർ എവറി എക്സാം. എന്തൊക്കെ സംഭവിച്ചാലും ഇതിൻ്റെ ഇടയിൽ ലൈക്ക് വാട്ട് എവർ എക്സാം തുടക്കട്ടോ എല്ലാം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്. ഇനിയിപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ എക്സാമിൽ നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളത്, ഈ പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ തലകുത്തി മറിഞ്ഞ് പഠിച്ചിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങളുടെ തലയിൽ ഉണ്ടാവുള്ളൂ. എക്സാം ഹോളിൽ റീറ്റെയിൻ ചെയ്ത ഡാറ്റ മൊത്തം ബ്രെയിനിൽ കളക്ട് ചെയ്തിട്ട് പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. മേക്ക് ഷുവർ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടി എന്നുള്ളത്. സെക്കൻഡ് തിങ്, ഈ മൊമെൻറ്റിൽ ഇനിയിപ്പോൾ പുതിയ വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്തിട്ട് വെറുതെ പണി വലിച്ചു വാരി കൊണ്ടുവരാൻ നിൽക്കല്ലേ. അതൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് ആ മൊമെൻറ്റിൽ ഇത് ട്രൈ ചെയ്ത് ഫുഡ് പോയ്സൺ പിടിച്ച് എക്സാമിൻ്റെ പെർഫോമൻസ് അഫക്റ്റഡ് ആയി അവോയ്ഡ് ദാറ്റ്. ഓരോ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നമ്മളെ ജാനുവരി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ICAയുടെ വെബിനാർ ബേസ് ചെയ്തിട്ടുള്ള സമ്മറി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പോയിൻറ്റ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ലിങ്കൊക്കെ ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. ഇഫ് യു ഫീൽ യു ഹാവ് ടൈം, ഗോ ത്രൂ ദം.
മേ ബി അതിൽ ഞാൻ എന്തെങ്കിലും പുതിയ പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനിപ്പോൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല തോന്നുകയാണെങ്കിൽ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ബട്ട് അറ്റ്ലീസ്റ്റ് എന്തൊക്കെ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദം, ഹെൽപ്ഫുൾ ആയേക്കാം. മേക്ക് ഷുവർ RTP അമെൻമെൻറ്റ്സ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത്. അതിൻ്റെ ഇപ്പോൾ ലോൻ്റെ കേസിൽ നമ്മളത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിഗാർഡിങ് മൈ പേപ്പർ, ഞാനൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻഡ് യെറ്റ്, അപ്പോൾ ബെനിഫിറ്റ് എന്താ, ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഓരോ ടോപ്പിക് ഏതിലാണോ ഞാൻ ക്ലാരിഫിക്കേഷൻ ഇട്ടിട്ടുള്ളത് അതിൻ്റെ സെക്ഷൻ നമ്പറും ടോപ്പിക് നമ്പറും ഇട്ടിട്ടാണ് അത് ക്ലിയർ ചെയ്തത്. സോ ദാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു കീവേഡ് വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്താൽ വരെ നിങ്ങൾക്ക് ആ ടോപ്പിക് അവിടെ അവൈലബിൾ ആയിരിക്കും. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതെന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ളൊരു പോയിന്റ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കീപ്പ് യുവർ എക്സ്പെക്റ്റേഷൻസ് ലോ, കീപ്പ് ഇറ്റ് വെരി ലോ. വൈ? സോ ദാറ്റ് ഈവൻ ഇഫ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോൾ പക്ക അലമ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്, നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മൾ എന്തായാലും വേസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ത്രൂ ഔട്ട് ഗിവ് അപ്പ് ചെയ്യാതെ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് തരും. ബട്ട് യെസ്, ഇൻ ദി എൻഡ് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. ലൈക്ക് ഞാൻ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിരുന്നു, വേർബൈ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് 8 മാർക്ക് ഗ്രേസ് കിട്ടിയിരുന്നു CA ഇൻ്ററിൽ. ബാക്കിയുള്ള പേപ്പേഴ്സിൽ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരുന്നു, എന്നിട്ട് 32 കിട്ടിയ ഓഡിറ്റിംഗ് പേപ്പറിൽ ICA 40 കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സ്റ്റോറിയല്ല, ഒരുപാട് കേസസ് ഉണ്ട്. എൻ്റെ വേറെ സ്റ്റുഡൻറ്റിന് ഫൗണ്ടേഷനിൽ 11 മാർക്സ് ഗ്രേസ് കിട്ടിയതുണ്ട്. സോ ദീസ് ആർ ഓൾ കേസസ് വേർ ബാക്കിയുള്ള പേപ്പറിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ ഇൻ ദി എൻഡ് ദർ ആർ പോസിറ്റിവിറ്റി. ഇൻഷാ അല്ലാഹ് ഒക്കെ ഉഷാറാവും. ഡു വെൽ.